പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ദിവ്യ കാരുണ്യമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് നമ്മുടെ കർത്താവ് കടന്നു വരികയാണ്. ഈ കരുണയുടെ തിരുമണിക്കൂറിൽ പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന നമ്മുടെ മക്കളെ നമ്മൾ കർത്താവിന് സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ നിമിഷങ്ങളിൽ തൻ്റെ സ്നേഹവും കരുണയും നമ്മളിലേക്ക് ഒഴുക്കിക്കൊണ്ട് ഈശോ നമ്മുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. ദിവ്യകാരുണ്യത്തിലൂടെ കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തുവാൻ, നമ്മളിൽ അവൻ്റെ സ്നേഹവും കരുണയുമൊക്കെ നിറയ്ക്കുവാനായിട്ട് കടന്നു വരുമ്പോഴേ നമുക്ക് എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, സ്തുതി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മെയും നമ്മുടെ മക്കളെയും എല്ലാം കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ നടക്കുവാനായിട്ട് പോകുന്ന പരീക്ഷകളെ നമുക്ക് പ്രത്യേകമായിട്ട് കർത്താവിന് സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വചനങ്ങൾ നമുക്ക് വായിച്ച് ശ്രവിക്കാം. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവന് അത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കുവാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തിരയ്ക്ക് തുല്യനാണ്. സംശയമനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത്. പ്രിയമുള്ളവരെ, യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നാം വായിച്ചു കേട്ട ഈ ഭാഗം നമ്മളോട് പറയുന്നത്, നമുക്ക് ജ്ഞാനം, അറിവ് ദൈവത്തിൻ്റെ വലിയ കൃപയായിട്ട്, അഭിഷേകമായിട്ട് ആവശ്യമെങ്കിൽ നമ്മൾ കർത്താവിനോട് ചോദിക്കണം എന്നാണ്. ഉദാരമതിയായ ദൈവം സ്നേഹത്തിൻ്റെ, കരുണയുടെ വലിയ അടയാളമായിട്ട് നമുക്ക് ജ്ഞാനമെന്ന വരം കൃപയായിട്ട്, അഭിഷേകമായിട്ട് നൽകുമെന്ന് യാക്കോബ് ശ്ലീഹ ഇന്ന് നമ്മളോട് പറയുകയാണ്. ഒറ്റ കാര്യമാണ് അപ്പസ്തോലൻ ഇന്ന് നമ്മളോട് പറയുന്നത്: സംശയിക്കാതെ ലഭിക്കുമെന്ന ഉറപ്പോടുകൂടി നമ്മൾ ചോദിക്കണം. ഈ നിമിഷം നമ്മൾ ഈശോയുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്നത്, ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ, അറിവ്, ജ്ഞാനമെന്ന വരം നൽകി എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ്. ഈ നിമിഷങ്ങളിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ജ്ഞാനം എന്ന വരം ദൈവിക ദാനമാണ്. ദൈവം നമുക്ക് ദാനമായിട്ട് നൽകുന്ന ഒരു വരമാണ് ജ്ഞാനം. സൃഷ്ടാവിനെയും സൃഷ്ടികളെയും സൃഷ്ടാവിൻ്റെ കണ്ണിലൂടെ കാണുവാൻ, സൃഷ്ടാവിനെ അറിയുവാൻ, ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ മനസ്സിലാക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് നന്ദി പറയുവാനൊക്കെ ദൈവം കൃപയായി, അഭിഷേകമായി നമുക്ക് നൽകിയിരിക്കുന്ന വരമാണ് അറിവ്, ജ്ഞാനവരം. യാക്കോബ് ശ്ലീഹ പറയുകയാണ്, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവർ അതിനായി പ്രാർത്ഥിക്കുവിൻ, അതിനായി ദൈവത്തോട് ചോദിക്കുവിൻ എന്ന്. സുഭാഷിതങ്ങളുടെ പുസ്തകം 9-ാം അധ്യായം 10-ാം വചനം പറയുന്നു, ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം, പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. പ്രിയമുള്ളവരെ, നമ്മളുടെ അറിവ് എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റേതായ അറിവുകളെക്കാളും അപ്പുറം, ഈ ലോകം നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന മോഡേൺ ടെക്നോളജികൾക്കപ്പുറം, മോഡേൺ ഗാഡ്ജറ്റ്സിനപ്പുറം, നമുക്കറിയാം ഇപ്പോൾ പുതുതായിട്ട് കടന്നു വരുന്ന AI സ്റ്റിമുലേറ്റഡ് ടെക്നോളജികൾക്കൊക്കെ അപ്പുറം ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് നന്ദി പറയുവാൻ ദൈവം വരമായി, ദാനമായി നൽകുന്ന കൃപയാണ് ജ്ഞാനവരം.
അതുകൊണ്ടാണ് സുഭാഷിതങ്ങളിൽ നമ്മൾ കാണുന്നത്, ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം, പരിശുദ്ധനായവനെ അറിയുന്നതാണ് യഥാർത്ഥ അറിവ് എന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ, യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് എന്നെ നീ നയിക്കണമേ. കർത്താവേ, നിന്നെ അറിയുവാൻ, നിന്നെ ആരാധിക്കുവാൻ, നിനക്ക് നന്ദി പറയുവാൻ, നിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് എൻ്റെ ജീവിതം ക്രമപ്പെടുത്തുവാനുള്ള ആ അറിവ്, ജ്ഞാനം എനിക്ക് പകർന്നു നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, അധ്യാപകരിലൂടെ, മാതാപിതാക്കളിലൂടെ, വൈദികരിലൂടെയും സിസ്റ്റേഴ്സിലൂടെയും ഒക്കെ നമുക്ക് ദൈവം പകർന്നു തന്ന ആ അറിവ് ഈശോയെ ഈ നിമിഷം ജ്വലിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശുദ്ധിയോടെ പരിശുദ്ധനായ നിന്നെ അറിയുവാൻ കർത്താവെ അഭിഷേകമായിട്ട് ജ്ഞാനവരം എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവ് കരുണയോടെ സ്നേഹത്തോടെ ജ്ഞാനവരം നൽകുന്നവനാണ് എന്ന് യാക്കോബ് ശ്ലീഹ 1-ാം അധ്യായം 5-ാം വചനത്തിൽ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നാം ദൈവത്തോട് ചോദിക്കുമ്പോൾ നാം വിശ്വാസത്തോടെ വേണം ചോദിക്കുവാൻ, സംശയിക്കാതെ. എൻ്റെ കർത്താവ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ അഭിമുഖീകരിക്കാൻ പോകുന്ന എക്സാം എഴുതുവാൻ വേണ്ട ജ്ഞാനം, അറിവ്, അത് കൃപയായിട്ട് അഭിഷേകമായിട്ട് ദൈവം ഈ ദിനത്തിൽ എനിക്ക് പകർന്നു തരുവാൻ പോകുകയാണെന്ന വിശ്വാസത്തോടെ ഈ നിമിഷങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ മുമ്പിലായിരിക്കാം. നമുക്ക് കർത്താവിന് നമ്മെ തന്നെയും നമ്മുടെ കുടുംബത്തെയും നാം ആയിരിക്കുന്ന അവസ്ഥകളെയും എല്ലാം കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നമുക്ക് പഠന മേഖലകളിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നുണ്ടാവാം. ചില ആ വിഷയങ്ങൾ വളരെ ബുദ്ധിമുട്ടായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. ഒരുപക്ഷെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെയൊക്കെ അങ്ങനെയുള്ള അവസ്ഥകളിൽ നന്നായിട്ട് പഠിക്കുവാൻ, ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കുവാൻ പറ്റാത്ത അവസ്ഥകൾ നമുക്കുണ്ടാവാം. ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കുവിൻ എന്നാണ് കർത്താവ് ഇന്ന് നമ്മളോട് പറയുന്നത്. ഈ നിമിഷങ്ങളിൽ നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ സ്വയം സമർപ്പിച്ചുകൊണ്ട്, നമ്മൾ എഴുതുവാനായിട്ട് പോകുന്ന എക്സാമിനെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ കരുണയിൽ, നിൻ്റെ സ്നേഹത്തിൽ എന്നിൽ ജ്ഞാനവരം കർത്താവേ നീ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാ സംശയങ്ങളും എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. യാതൊരു വക സംശയവുമില്ലാതെ എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിക്കും, എൻ്റെ കർത്താവ് എന്നെ തൊട്ട് സുഖപ്പെടുത്തും, എൻ്റെ കർത്താവ് ജ്ഞാനവരം എനിക്ക് നൽകുമെന്ന വലിയ വിശ്വാസത്തോടെ പ്രിയമുള്ളവരെ, നമുക്ക് ഈ നിമിഷങ്ങളിൽ ഈ കരുണയുടെ തിരുമണിക്കൂറിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളെല്ലാം കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ആത്മീയ ശുശ്രൂഷയിൽ ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ ആയിട്ട് പങ്കെടുക്കുന്ന എല്ലാവരെയും നമുക്ക് കർത്താവിന് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളെ കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നിങ്ങൾ എഴുതുവാൻ പോകുന്ന പരീക്ഷയെ കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പരീക്ഷ എഴുതുന്ന ആ ഡേറ്റ് കർത്താവിന് സമർപ്പിക്കുക. പരീക്ഷ എഴുതുന്ന സമയം, സ്ഥലം, ഇതെല്ലാം കർത്താവിന് ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇതുവരെ നാം പഠിച്ചവയും ഇനിയും പഠിക്കുവാനുള്ള പോർഷൻസുമെല്ലാം നമുക്ക് കർത്താവിന് സമർപ്പിച്ച്, കർത്താവെ കരുണയോടെ സ്നേഹത്തോടെ നീ ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളെയും പാഠപുസ്തകങ്ങളെയും ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും എല്ലാം ഈ നിമിഷം ആശീർവദിച്ച് ശക്തിപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ വരം ഞങ്ങൾക്ക് അഭിഷേകമായിട്ട് ഈ നിമിഷം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളിലുള്ള അറിവിൻ്റെ വരത്തെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളുടെ കുടുംബത്തിന്മേലും ഞങ്ങളുടെ മക്കളുമേലും പെന്തക്കുസ്തായിൽ വന്നതുപോലെ തീനാവുകളായിട്ട് കത്തി ജ്വലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആത്മാവിനാൽ നയിക്കപ്പെട്ട്
ഞങ്ങളുടെ മക്കൾ എഴുതാൻ പോകുന്ന ഒരു എക്സാമിനേഷനെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മനസ്സിനെ, അവരുടെ ശരീരത്തെ കർത്താവെ സകല വിധത്തിലുള്ള ഭയങ്ങളും അവരിൽ നിന്ന് ദൂരെ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഉത്കണ്ഠകളുണ്ടെങ്കിൽ, പരിഭ്രാന്തികളുണ്ടെങ്കിൽ, കർത്താവെ പരീക്ഷകളെ അഭിമുഖീകരിക്കുമ്പോൾ ഞങ്ങളുടെ ചില കുഞ്ഞുങ്ങളുടെയൊക്കെ മനസ്സ് ബ്ലാങ്ക് ഔട്ടായി പോകുന്ന അവസ്ഥകളുണ്ട്. ഈ നിമിഷാത്മാവിൻ്റെ ശക്തിയാൽ സകലവിധ അന്ധകാര ശക്തികളിൽ നിന്നും അറിവിൻ്റെ വലിയ അഭിഷേകത്തിലേക്ക് ഈശോയെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൈപിടിച്ച് നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ പരാജയ ഭീതികൾ, ഇന്നലകളുടെ ഓർമ്മയിൽ നിന്ന് അവരുടെ മനസ്സിനെയോ അവരുടെ ജീവിതത്തെയോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഈശോയെ നിമിഷം അങ്ങയുടെ തിരുശരീര രക്തത്തിൻ്റെ ശക്തിയാൽ, കർത്താവേ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയാൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷാ ദിവസങ്ങളിൽ അവർക്കുണ്ടാകുന്ന പേടികൾ, ഭയങ്ങൾ, ഉത്കണ്ഠകൾ, രോഗങ്ങൾ, വിഷമതകൾ, പേടി തോന്നിപ്പിക്കുന്ന മാനസിക അവസ്ഥകൾ കർത്താവെ ഈ നിമിഷം അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷാ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് അവർക്കുണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകൾ കർത്താവെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യനെ ബാധിക്കുന്ന വിഷമതകളുണ്ടെങ്കിൽ കർത്താവെ, ഭീതിയാർന്ന മനസ്സുണ്ടെങ്കിൽ, ഭയമുള്ള മനസ്സുണ്ടെങ്കിൽ കർത്താവെ അതെല്ലാം നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ തിരുരക്തത്താൽ, കർത്താവിൻ്റെ വിശുദ്ധ കുരിശിൻ്റെ രക്തത്താൽ, കർത്താവിൻ്റെ ദിവ്യ കാരുണ്യത്തിൻ്റെ ശക്തിയാൽ എല്ലാ അന്ധകാര ശക്തികളും മാറി കർത്താവെ കൃപയായി, അഭിഷേകമായി കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മനസ്സ്, ശരീരം, ആത്മാവെല്ലാം ശക്തിപ്പെടുത്തണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നമ്മെയും, നമ്മായിരിക്കുന്ന അവസ്ഥകളെയും, നമ്മുടെ കുടുംബത്തെയും, നമ്മുടെ കുഞ്ഞുങ്ങളെയും, നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷകളെയും എല്ലാം കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം മൗനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് നമുക്കിപ്പോൾ മുട്ടുമേൽ ആയിരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.